ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നാരായണീയത്തിലെ 7ാം ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. പ്രപഞ്ച ഉത്പത്തി അത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ അധ്യായങ്ങളിൽ മനസ്സിലാക്കി. ഈ 7ാം ദശകത്തിൽ നമ്മൾ കാണുന്നത് ബ്രഹ്മദേവന്റെ ഉത്പത്തിയാണ്. ബ്രഹ്മദേവൻ ഭഗവാൻ തന്നെ ആ ബ്രഹ്മദേവനായിട്ട് മാറി എന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് ബ്രഹ്മദേവൻ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. സൃഷ്ടിയുടെ താല്പര്യത്തോടുകൂടി ഈ സൃഷ്ടി നടത്താനുള്ള ഒരു താല്പര്യം ഉള്ളിലുണ്ട്. രജോഗുണ സമ്പുഷ്ടനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് ബ്രഹ്മാവ് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ചെയ്യാനുണ്ട്, ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആഗ്രഹം വരുന്നുണ്ട്, ചെയ്യണം, സൃഷ്ടി സംഭവിക്കണമെന്നുള്ള തോന്നല് വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭഗവാന്റെ ഉള്ളിലേക്ക് ആ ബ്രഹ്മദേവൻ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുകയും ഉള്ളിൽ നിന്നും തപ എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുകയും അശരീരിയായിട്ട് കേട്ടു എന്നാണ് പറയുന്നത്. അത് കേട്ടിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മദേവൻ എന്ന് നമുക്ക് നോക്കാം. അതാണ് അടുത്ത ശ്ലോകത്തിൽ, 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ചൊല്ലിത്തരാം, കേട്ടു നോക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് ആ ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം എന്ന് നോക്കാം. എപ്പോഴും ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുക എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊരു ആസ്വാദനത്തിനൊരു അടുത്തൊരു തലം നമുക്ക് കിട്ടും. അതുകൊണ്ട് പരമാവധി അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബ്രഹ്മദേവൻ, വിഷ്ണു, പരമശിവൻ ഇവരാരും മറ്റെവിടെയോ ഉള്ള ആൾക്കാരല്ല. നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഭഗവാനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ദേവനായ ബ്രഹ്മദേവന് പോലും എന്ത് ചെയ്യണം എന്നുള്ള സംശയങ്ങളുണ്ട്. നമുക്കും അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ദൂരീകരിച്ച് മനസ്സിന് പൂർണ്ണമായിട്ടുള്ള ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യാൻ നാരായണീയ പഠനം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ശ്ലോകങ്ങൾ കേൾക്കുക. നമ്മളൊക്കെ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ശ്ലോകം ഒന്ന് കേട്ടു നോക്കൂ. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷൂദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതസ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. കഹ അസൗ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ കിമപി അനീക്ഷിതവതാ വാക്യാർത്ഥം ഉത്പശ്യതാ ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വം ആരാധിതഃ തസ്മൈ
ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാദ്ഭുതം. തപ തപ എന്ന് ബ്രഹ്മദേവൻ കേട്ടു. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇതാര് പറഞ്ഞു എന്നുള്ളത്. അതാണ് ഈ ശ്ലോകത്തിൽ എന്ത് രസമാണ് നോക്കുക. അതിങ്ങനെ ചിന്തിച്ചു നോക്കണം കേട്ടോ. നമ്മൾ ആ അർത്ഥം പറയുന്ന സമയത്ത് ആ സങ്കല്പത്തിൽ അതിങ്ങനെ വരികയാണ്. എന്താണ് പറയുന്നത് നോക്കൂ. കഹ അസൗ മാം അവദത് പുമാൻ ഇതി. കഹ അസൗ പുമാൻ, ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന പുരുഷൻ? ഒരു പുരുഷ ശബ്ദമാണ് കേട്ടത് എന്ന് ബ്രഹ്മദേവൻ അറിയുന്നുണ്ട്. ആരാണ് ഈ പുരുഷൻ? ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന ആള്? കഹ അസൗ പുമാൻ മാം അവദത് ഇതി, എന്നോട് പറഞ്ഞത്. ആരാണ് എന്നോട് ഇത് പറഞ്ഞത്? തപ തപ എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ് അന്ന് ചിന്തിക്കുകയാണ് ബ്രഹ്മദേവൻ. ജലാപൂർണേ ജഗന്മണ്ഡലേ, ഈ ജലം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ജഗന്മണ്ഡലം, അതിലാണ് നോക്കുന്നത്. നമുക്ക് ജലം കൊണ്ട് നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജലം എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുന്നതിനേക്കാളും കാരണജലം എന്നാണ് പറയുക. നാരായണൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. നാരം എന്ന് പറയുന്ന കാരണജലത്തില് ശയിക്കുന്നവൻ എന്നാണ് നാരായണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ കാരണജലത്തിലാണ് ആര് ബ്രഹ്മദേവൻ അന്വേഷിക്കുന്നത്. ആരാണ് എന്നോട് തപ തപ എന്ന് പറഞ്ഞിരിക്കുന്നത്? ജലാപൂർണേ ജഗന്മണ്ഡലേ, ഈ സർവ്വജഗത്തും കാരണജലത്തില് മുങ്ങി നിൽക്കുകയാണ്. അവിടെയാണ് ജലാപൂർണമായിട്ടുള്ള ആ ജഗന്മണ്ഡലത്തില് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ദിക്ഷു ഉദ്ദീക്ഷ്യ, ദിക്കുകളിൽ നോക്കി ബ്രഹ്മദേവൻ പല ഭാഗത്തേക്കും നോക്കി. അതുകൊണ്ടാണ് 4 ഭാഗത്തേക്കും നോക്കിയതുകൊണ്ടാണ് ബ്രഹ്മദേവന് 4 തലകൾ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഇനിയും ഇതൊന്നുകൂടെ വിശദീകരിച്ചെടുത്ത ദശകങ്ങളിലൊക്കെ വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ നോക്കാം. ദിക്ഷു ഉദ്ദീക്ഷ്യ, ദിക്ഷു ദിക്കുകളിലേക്ക് ഉദ്ദീക്ഷ്യ നോക്കിയിട്ട്, കിമപി അനീക്ഷിതവത, ഒന്നും കണ്ടില്ല, ഒന്നും കാണാത്തവനായിട്ട് എന്നാണ് പറയുന്നത്. 4 ഭാഗത്തേക്ക് നോക്കി, എന്നാൽ ഒന്നും കാണുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. എവിടെ നിന്നാണാവോ ഈ തപ തപ എന്ന് ആരാണാവോ പറഞ്ഞത് എന്ന് പറഞ്ഞ് 4 ഭാഗത്തേക്കും ബ്രഹ്മദേവൻ നോക്കുകയാണ്. ആരെയും കണ്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ടില്ല, ആ പോട്ടെ, തോന്നിയതായിരിക്കും എന്ന് വിടുകയല്ല ചെയ്തത്. എന്താ ചെയ്തത്? വാക്യാർത്ഥം ഉത്പശ്യത, ആ വാക്യത്തിന്റെ അർത്ഥം ഉള്ളിലേക്ക് നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊരു സംഗതി കേട്ട് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വന്നു, ആര് പറഞ്ഞു എന്നൊക്കെ നോക്കി അന്വേഷിച്ച് നമ്മൾ പുറത്തു നടക്കുന്നതിന് പകരം അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്ന് നമ്മളെപ്പോഴും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ സാധിക്കണം. ഇവിടെ ബ്രഹ്മദേവൻ ആ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഉത്പശ്യത, എന്താണ് വാക്യാർത്ഥം? ശ്രദ്ധിച്ചു. തപസ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്താണ് ഞാനത് കേട്ടത്. അപ്പൊ അതെന്തായാലും തെറ്റാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ദിവ്യം വർഷസഹസ്രം ആത്തതപസാ, ആ ദിവ്യമായിട്ടുള്ള വർഷങ്ങൾ, 1000 സംവത്സരങ്ങള് തപസ് സ്വീകരിച്ചവനായി എന്നാണ് പറയുന്നത്. അത്തതപസാ തേന ത്വം ആരാധിത. ഹേ ഗുരുവായൂരപ്പ, നിന്തിരുവടികളെ ആരാധിക്കപ്പെട്ടു. ആരാണോ എന്താണോ ഒന്നും അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. തപ എന്നുള്ള വാക്ക് കേട്ടിട്ട് അവനവൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് തപസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ആ പറഞ്ഞു കേട്ടതെന്താണോ ആ ചിന്തയിലേക്ക് മുഴുകി ധ്യാനനിരതനായിട്ട് 1000 ദേവവർഷക്കാലം ബ്രഹ്മദേവൻ അങ്ങനെ ഇരുന്നു. എന്നിട്ട് തേന, ആ ബ്രഹ്മദേവനാൽ അങ്ങനെ ത്വം ആരാധിത, ആരാധിക്കപ്പെട്ടവനായി. ആര്? ഭഗവാൻ നാരായണൻ. അങ്ങനെ ആരാധിക്കപ്പെട്ടവനായ ഭഗവാൻ തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം, തസ്മൈ ആ ബ്രഹ്മാവിനായിട്ട് എന്തു ചെയ്തു? ദർശിതവാൻ. എന്താണ് ദർശിതവാൻ? കാണിച്ചു കൊടുത്തു അല്ലെ? ദർശിതവാൻ അസി, നിന്തിരുവടികൾ കാണിച്ചു കൊടുത്തു. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഏകാദ്ഭുതം സ്വനിലയം വൈകുണ്ഠം. ഏകാദ്ഭുതം എന്നാണ് പറയുന്നത്. വലിയ അത്ഭുതമാണ് ആ വൈകുണ്ഠം എന്നുള്ള സംഗതി. അത്രയും വലിയ അത്ഭുതമാണ്. ഇനി അപ്പുറത്ത് വേറൊരു അത്ഭുതവും ഇല്ല. അതുകൊണ്ടായിരിക്കും ഏകാദ്ഭുതം എന്ന് ഭട്ടത്തിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ഏകാദ്ഭുതം സ്വനിലയം, ഭഗവത് നിലയമായിട്ടുള്ള വൈകുണ്ഠം കാണിച്ചു കൊടുത്തു ബ്രഹ്മദേവൻ.
ഇനി വൈകുണ്ഠത്തിന്റെ വർണ്ണന വരുന്നുണ്ട്, മനോഹരമായിട്ടുള്ള വർണ്ണന വരുന്നുണ്ട്. ഇവിടെ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? തപ തപ എന്ന് എന്നോട് ആരാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് 4 ഭാഗത്തേക്കും നോക്കി അന്വേഷിച്ചു. ഒന്നും കണ്ടില്ല, മനസ്സിലായില്ല. പക്ഷെ പറഞ്ഞ കാര്യത്തിന്റെ ഉദ്ദേശം ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കി. എന്നോട് തപസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് 1000 ദിവ്യവർഷക്കാലം ബ്രഹ്മദേവൻ അവിടെ അങ്ങനെ തപസ് ചെയ്യാണ്. അങ്ങനെ ഭഗവാൻ ആരാധിതനായി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ രൂപം നോക്കിയിട്ടല്ല അവിടെ ആരാധിച്ചിരിക്കുന്നത്, ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ആ തപ തപ എന്നുള്ള വാക്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ധ്യാനനിരതനായിരിക്കുമ്പോഴാണ് ഭഗവാൻ ആരാധിക്കപ്പെട്ടത് എന്ന് പറയാം. അങ്ങനെ ആരാധിക്കപ്പെട്ട ഭഗവാൻ ബ്രഹ്മദേവന് വൈകുണ്ഠലോകം, ആ അത്ഭുതമായിട്ടുള്ള അദ്ഭുതമായിട്ടുള്ള സ്വന്തം നിലയമായിട്ടുള്ള വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. നല്ല രസമുണ്ടല്ലേ ചിന്തിച്ചിരിക്കുമ്പോൾ. പ്രപഞ്ചോത്പത്തി പറയുമ്പോൾ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ, നമ്മുടെ ഭൂമിയും സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ ആണ് എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുക. എത്രയോ നൂറ്റാണ്ടുകളോളം, എത്രയോ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളോളം കാരണജലം മാത്രമായിട്ട് നിന്നിട്ടുണ്ടാവണം, നമുക്കറിയില്ല. അപ്പോൾ അതിലാണ് ബ്രഹ്മദേവന്റെ ആ ഒരു തപസ്സൊക്കെ പ്രാധാന്യം വരുന്നത്. ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ ഭക്തി എന്നുള്ള മനോഹരമായ രസവും കൂടെ ചേർത്ത് എല്ലാത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, സമർപ്പണ ഭാവം, അതൊക്കെ ചേർത്തിട്ട്, സ്നേഹം, ആദരവ് ഒക്കെ ചേർത്തിട്ട് ശാസ്ത്രത്തെ നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ശാന്തി സമാധാനം ഉണ്ടാവുന്നത്. ഇല്ല, ഇതൊക്കെ വെറുതെ മെക്കാനിക്കലായി നടന്നിരിക്കുന്ന കുറേ കാര്യങ്ങളാണെന്ന് ചിന്തിക്കേണ്ടി വരും. ഇവിടെ നോക്കൂ, വിഷ്ണു ഭഗവാനെക്കുറിച്ച്, നാരായണൻ എന്നുള്ള പേരിനെക്കുറിച്ച്, ബ്രഹ്മദേവനെക്കുറിച്ച്, അതൊക്കെ നമ്മളിങ്ങനെ സങ്കല്പിച്ച് ചിന്തിച്ച് അതിനോടൊക്കെ നമുക്കാണ്. നമ്മളിങ്ങനെ ആവാൻ കാരണമായിട്ടുള്ളത് എന്താണോ അതിനെ മുഴുവൻ നമ്മൾ നമസ്കരിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. നോക്കൂ, ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, നേറ്റ് ചൊല്ലി നോക്കാം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷോദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. നിങ്ങൾ ആ ശ്ലോകം കേൾക്കുന്ന സമയത്ത് ആസ്വദിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കണ്ണടച്ച് എന്താണോ ശ്ലോകത്തിലുള്ളത് അത് മാത്രം കേട്ട് പഠിച്ചു പോകുന്നതിന് പകരം ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത, എന്തുകൊണ്ടായിരിക്കാം തപ തപ എന്ന് പറഞ്ഞതെന്ന് ബ്രഹ്മദേവൻ പോലും ചിന്തിച്ചു. അപ്പൊ നമ്മളും ചിന്തിക്കണ്ടേ? എത്രയും വിശാലമായിട്ടൊരു ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത്, ഭട്ടത്തിരിപ്പാട് അത്രയും ഭംഗിയായിട്ട് പറഞ്ഞു തരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അങ്ങനെ ആചാര്യന്മാർ പറഞ്ഞു തരുന്ന സമയത്ത് ആഴത്തിലേക്ക് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? ആ ചിന്ത ബ്രഹ്മദേവന് പോലും ഉണ്ടായിരുന്നു. നമ്മളും ചിന്തിക്കണം, എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഭഗവാൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ബ്രഹ്മദേവൻ ഇവിടെ ആയിരക്കണക്കിന് ദേവവർഷക്കാലം, ഒരു ദേവവർഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ 360 വർഷങ്ങൾ ചേർന്നതാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ദേവവർഷങ്ങളാണ് ബ്രഹ്മദേവൻ തപസ് അനുഷ്ഠിച്ചത്. വെറും ഒരു തപ തപ എന്നുള്ള വാക്കിന്റെ പിന്നാലെ പോയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമുക്കും അതിങ്ങനെ നമ്മൾ കേൾക്കുന്ന വാക്കുകളുടെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന സമയത്ത് അത് ഭഗവതാരാധനയായിട്ട് മാറും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതെല്ലാവർക്കും സാധിക്കട്ടെ.
നമുക്കതിന് ഒരുമിച്ച് ശ്രമിക്കാം. ഒരുമിച്ചുള്ള ശ്രമം ഉണ്ടാകുന്ന സമയത്ത് വലിയ മാറ്റമാണ് സമാജത്തിലും സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് വ്യക്തിപരമായിട്ടും ഉണ്ടാവുക. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇനിയും മറ്റുള്ളവർക്കും പങ്കുവെക്കുക. ശ്ലോകം ചൊല്ലിയിട്ട് പഠിച്ച് അയക്കാൻ വേണ്ടി സാധിക്കുന്നവർക്ക് അത് പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ ചെയ്യാം. നമുക്ക് മുഴുവൻ ദശകങ്ങളും കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു മെസ്സേജ് അയച്ചു, വളരെ സന്തോഷമുണ്ടാക്കി. ആ 100 ദശകങ്ങളും നമുക്ക് ഇതുപോലെ പഠിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ അനുഗ്രഹവും അതൊരു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. കേട്ട് എനിക്ക് സന്തോഷത്തോടു കൂടി കേൾക്കാൻ പറ്റുന്നു. അങ്ങനെ 100 ദശകവും പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സന്തോഷത്തോടു കൂടി ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക. എല്ലാവർക്കും നമസ്തേ. അടുത്ത ശ്ലോകമായിട്ട് ഇനിയൊരു ദിവസം വരുന്നതായിരിക്കും. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ.